മമ്മിയുടെ വിളി കേട്ടപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത് മമ്മിയെ കണ്ടപ്പോൾ അവൻ വീണ്ടും ഞെട്ടിപ്പോയി. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറുന്നത് വരെ സാരിയിൽ മാത്രമേ അവൻ മമ്മിയെ കണ്ടിട്ടുള്ളൂ. ഈ വേഷം അവന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മായിയമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ അവസാനിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവ് തന്നത് എനിക്ക് എൻ്റെ അമ്മായിയമ്മയാണ്. യൂറോപ്യൻ ഭാര്യയും അമ്മായിയമ്മയുടെയും ഒപ്പം രാമകൃഷ്ണൻ ഇപ്പോൾ യൂറോപ്പിലാണ്. വളരെ യാദൃശ്ചികമായാണ് രാമകൃഷ്ണൻ എന്ന രാമു വിവാഹം കഴിച്ചത്. അവനെ തേടി ഇങ്ങോട്ട് വന്ന ഒരു ആലോചനയായിരുന്നു അത്. നാട്ടിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അവനെ തേടി അവന്റെ അമ്മ, വീട്ടിലൊരു ബന്ധുവാണ് അവനെ ഈ ആലോചന കൊണ്ടുവന്നത്. പണ്ട് തൊട്ടേ വിദേശത്ത് പോയി ജീവിക്കണമെന്നും അവിടെ സെറ്റിൽഡ് ആവണമെന്നും ആഗ്രഹമുള്ളവനായിരുന്നു രാമു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ തന്നെ അവൻ അതിന് സമ്മതിക്കുകയായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാർക്ക് വേറൊരു ഡിമാൻഡും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പയ്യനാവണം, പിന്നെ കാണാൻ തിരിച്ചേലുണ്ടാകണം. അത് മാത്രമേ അവർ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ അവൻ വീണു പോയിരുന്നു. എന്നാൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും അതിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു അവൻ അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ. എന്നാലും അവൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഒപ്പം നിന്നു. പിന്നെ എല്ലാം എടിപിടിയെന്നായിരുന്നു. മാസങ്ങൾക്കകം തന്നെ അവന്റെ വിവാഹം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ വിവാഹത്തിന്റെ അന്നാണ് അവൻ അവന്റെ ഭാര്യയെ ആദ്യമായി നേരിട്ട് കാണുന്നത്. അവന്റെ അമ്മായിയമ്മയും മാനേജറും കൂടിയാണ് ആദ്യമായി അവന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചതും എല്ലാം ഉറപ്പിച്ചതും. കല്യാണത്തിന് 2 ദിവസം മുൻപ് മാത്രമാണ് കല്യാണ പെണ്ണായ ദേവയാനിയെ നാട്ടിലെത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് ഇനി അവൾക്ക് പിടിക്കില്ലത്രേ. നാട്ടിലെ കാലാവസ്ഥ അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ദേവയാനി കല്യാണത്തിന്റെ അടുത്ത ദിവസങ്ങളിലായി എത്തിയത്. രാമുവിന്റെ അമ്മായിയമ്മ നാരായണിയുടെ ഭർത്താവ് വളരെ മുമ്പ് തന്നെ മരിച്ചതാണ്. ഭർത്താവിന്റെ ബിസിനസ്സുകളാണ് അവർ ഇപ്പോൾ യൂറോപ്പിൽ നോക്കി നടത്തുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം മാത്രമേ അവർ രാമുവിനൊപ്പം ആ നാട്ടിൽ കഴിഞ്ഞുള്ളൂ. അതുതന്നെ അവളുടെ അമ്മയുടെ നിർബന്ധത്താലാണ് രാമുവിന്റെ വീട്ടിൽ അവൾ താമസിക്കാൻ തന്നെ തയ്യാറായത്. പുതുപ്പെണ്ണിനെ കാണണമെന്ന നാട്ടുകാരും അയൽക്കാരും എല്ലാം അമ്പരന്ന് നിന്നുപോയി. മിക്കവാറും രാമുവിന്റെ ഭാഗ്യമെന്ന് പറയുമ്പോഴും അതിനിടയിൽ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ അവർ തിരിച്ച് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറി. അങ്ങനെ രാമു അവന്റെ സ്വർഗരാജ്യമായ ലണ്ടനിൽ കാലെടുത്തു വെച്ചു. അങ്ങനെ അമ്മയമ്മയും രാമുവും ദേവുവും കൂടി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അവരെ എയർപോർട്ടിൽ നിന്ന് പിടിക്കാനായി അവരുടെ മാനേജർ കാറുമായി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയായിരുന്നു രാമു. അവന്റെ മുഖത്തെ അമ്പരപ്പ് കണ്ട് അമ്മായിയമ്മ നാരായണി ചോദിച്ചു, എന്താ മോനെ ആ ഗംഭീരന്ന് നോക്കുന്നതെന്ന്? ഒന്നുമില്ല അമ്മേ, ഞാൻ ഇതൊക്കെ ആദ്യമായി കാണുകയല്ലേ, അതിന്റെ ഒരു ആകാംക്ഷ കൊണ്ട് നോക്കിയതാണ്. ആണോ? എന്ന മോൻ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? മോൻ വന്ന് വേഗം വണ്ടിയിൽ കയറി. അപ്പോഴേക്കും ദേവു കാറിൽ കയറിയിരുന്നിരുന്നു. എന്നിട്ട് രാമുവിനെ വിളിച്ചു, രാമു കമോൺ ഡിയർ, ഒന്ന് കണ്ടിയിൽ കയറൂ. അങ്ങനെ അവൻ ഫ്ലാറ്റിലെത്തി. ഫ്രഷായി ബാൽക്കണിയിൽ ഒരു കോഫി കപ്പും കയ്യിൽ പിടിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയായിരുന്നു. അപ്പോഴും തന്റെ ഭാര്യ നല്ല മോഡേൺ വേഷത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടത്. എന്നിട്ട് അവൾ നേരെ വന്നത് രാമുവിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്, നീ ഇവിടെ ഇരിക്കെ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഒരുമിച്ച് പുറത്ത് പോകാം. പിന്നെ നിനക്ക് ബോറടിയൊന്നും ഉണ്ടാവില്ല, മമ്മി ഇവിടെ ഉണ്ടാകും. മമ്മി ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നത്. അത് സാരമില്ല ദേവു, താൻ പോയിട്ട് വരൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ദേവു ബായ് പറഞ്ഞു ഇറങ്ങി. അവൻ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ഒരു കാർ വന്ന് നിന്നു. ആ കാർ കണ്ടപ്പോൾ തന്നെ രാമുവിന്റെ കിളി പറന്നു പോയിരുന്നു. എന്നിട്ട് ആ കാറിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി വന്നു. ആ പയ്യൻ കാറെടുത്ത് ചാരി നിന്നു. അപ്പോൾ ദേവു വന്ന് ആ പയ്യനെ വിഷ് ചെയ്തു. എന്നിട്ട് കാറിൽ കയറി. വിദേശത്തുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ, അവർ കാണുന്ന പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാമുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും മമ്മിയുടെ വിളി കേട്ടപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. മമ്മിയെ കണ്ടപ്പോൾ അവൻ വീണ്ടും ഞെട്ടിപ്പോയി. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറുന്നത് വരെ സാരിയിൽ മാത്രമേ അവൻ മമ്മിയെ കണ്ടിട്ടുള്ളൂ. ഈ വേഷം അവനെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം അവൻ മമ്മിയോട് പറഞ്ഞു, ഇപ്പോൾ മമ്മിയെ കാണുമ്പോൾ ഒരു 20 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട്. ആണോ? അത് നിനക്ക് ചുമ്മാ തോന്നുന്നതാ, എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. നിന്നെ നോക്കി നിൽക്കാതെ വാടാ, വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലടാ ദേവ് പോയോ? ഞാൻ കണ്ടില്ല, ഞാൻ വാഷ്റൂമിലായിരുന്നു. പോയി മമ്മി ഓഫീസിൽ പോകുന്നില്ല എന്നും അതുകൊണ്ട് എനിക്ക് കൂട്ടായി ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അവൾ. ഞാൻ എന്തായാലും 2 ദിവസത്തേക്ക് ഇനി പോകുന്നില്ല എന്ന് വിചാരിച്ചു. നിന്നെ ഈ സ്വർഗരാജ്യം ഒന്ന് കാണിക്കണ്ടേ? ദേവ് ഇനി വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ശരി മമ്മി, അവൻ തലക്കുലിക്ക് സമ്മതിച്ചു. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ മമ്മി പറഞ്ഞു, ആദ്യം ഞാൻ നിനക്ക് നമ്മുടെ ഓഫീസെല്ലാം കാണിച്ചു തരാം, പിന്നെ ഇവിടെ അടുത്ത് തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കാണാം. പിന്നെ ദേവ് കൂടെയുള്ള ദിവസം നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. ശേഷം അവർ പുറത്തിറങ്ങി. ആദ്യം ഓഫീസിലേക്ക് പോയി എല്ലാവരെയും പരിചയപ്പെടുത്തി. ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവരുടെ ഹോട്ടലുകളിലേക്ക് പോയി അവിടുത്തെ സ്യൂട്ട് റൂംസും കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അമ്മായിയമ്മ മരുമകനെ ആ സ്പെഷ്യൽ റൂം കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച, 2 പാറക്കെട്ടുകൾക്കിടയിലൂടെ നല്ല വെളുവെളുത്ത വെള്ളം മുഴുകി വരുന്നു. ആ കാഴ്ച അവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം കണ്ടു കഴിഞ്ഞ് അവനോട് അമ്മായിയമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട് രാമു, നിനക്ക് ഇഷ്ടപ്പെട്ടു? പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു കാഴ്ച മമ്മി എനിക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു രാത്രിക്ക് ഇതിനുള്ള രണ്ടത്തിലാണ് നിനക്ക് അറിയാമോ? ഇല്ല മമ്മി.
1000 പൗണ്ട്. ഓ, അത് കേട്ട് അവർ കണ്ണ് തള്ളി. പിന്നെ മമ്മി തുടർന്നു. രാത്രിയാണ് ഇതിന്റെ ഭംഗി ഇരട്ടിയാവുന്നത്. അപ്പോഴാണ് ശരിക്കും കാണേണ്ടത്. ഒരു ദിവസം നമുക്ക് രാത്രി വരാം. ആ മമ്മി വരണം, ശരിക്കുള്ള ഭംഗി എനിക്ക് ആസ്വദിക്കണം. എന്നാൽ പോകാം നമുക്ക്. ദേവ് ഒരാളായിട്ടുണ്ടാകും. പോകുന്ന വഴി അവൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ ഒരു സ്യൂട്ട് റൂം കൊണ്ട് മമ്മി എത്രയാ കാശുണ്ടാക്കുന്നതെന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും ദേവ് വീട്ടിലെത്തിയിരുന്നില്ല. കുറേ സമയം അവൻ വെയിറ്റ് ചെയ്തിരുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ട് മമ്മി അവൻ്റെ ബാൽക്കണിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ മമ്മി നിറയെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിരുന്നു. അതിൽ നടുക്ക് ഒരു ടീപ്പോയും ചെയറും ഇട്ടിട്ടുണ്ട്. അവൻ ചെന്നപ്പോൾ മമ്മി അവിടെ കയ്യിൽ ഒരു വൈൻ ഗ്ലാസുമായിട്ടാണ് ഇരിപ്പ്. മമ്മി അത് അവന് ഓഫർ ചെയ്തു. അവനും 2 സിപ്പ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, മോൻ പോയി കിടന്നു, അവൾ ഇങ്ങോട്ട് വന്നോളും, അവളുടെ കയ്യിൽ സ്പെയർ കീ ഉണ്ട്, അതുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അകത്ത് കയറിക്കോളും, മോൻ പോയി കിടന്നു. അങ്ങനെ അവൻ ചെന്ന് റൂമിൽ കയറി. പിന്നെയും അവൻ അവളെ കാത്തിരുന്നു. പിന്നെ എപ്പോഴാണ് ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് കാലത്ത് അവൻ എണീറ്റപ്പോൾ അടുത്ത് അവൾ കിടപ്പുണ്ടായിരുന്നു. ബാഗും ചെരുപ്പും എല്ലാം അവളുടെ ചിതറി കിടപ്പുണ്ട്. അവൻ എണീറ്റ് ഫ്രഷായി. മമ്മി അവന് ചായ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവു എണീറ്റ് വന്നു. അന്ന് അവർ 3 ആളും കൂടെ പുറത്തു പോയി. ദേവുവാണ് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് വഴിയിൽ കണ്ട ഒരു ഫ്രണ്ടിനെ അവൾ കൂടെ കൂട്ടി. പിന്നെ അവന് ബോറടിക്കാതിരിക്കാൻ മമ്മി മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ ഇരുന്നു കൊണ്ട് അവൻ എല്ലാ കാഴ്ചകളും കാണിച്ചു. മമ്മി നല്ല കമ്പനിയായിരുന്നു അവനോട്. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടലും അവൻ ഫീൽ ചെയ്തില്ല. അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചെല്ലാം മമ്മി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ മമ്മിയും ദേവുവും ഓഫീസിലും പുറത്തുമൊക്കെയായി തിരക്കായി. അവനാണെങ്കിൽ അവിടെ ഒരു പണിയുമില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ ജോലിക്കാരിയും ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ മമ്മിയുടെ കൂടെ അവൻ ഓഫീസിൽ പോകും. എന്നാലും അവിടെയും ബോറടി തന്നെയായിരുന്നു അവനെ. അങ്ങനെ അവൻ്റെ മടുപ്പുള്ള ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം അവന് വല്ലാത്ത മടുപ്പ് തോന്നി. അവൻ വിചാരിച്ച പോലെ ഒന്നുമില്ല കാര്യങ്ങൾ എന്ന് അവന് തോന്നി തുടങ്ങി. അങ്ങനെ അവൻ അവിടെ നോക്കിയപ്പോൾ മമ്മിയുടെ റൂമിൽ ഒരു കുപ്പി കണ്ടു. അവൻ അതെടുത്ത് കുടിക്കാൻ തുടങ്ങി. കുടിച്ച് അത് കഴിയുവോളം കുടിച്ചു. കഴിഞ്ഞപ്പോൾ അവൻ നല്ല ഫിറ്റായി അവിടെ തന്നെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് ബെല്ലടിച്ചു. അവൻ എങ്ങനെയൊക്കെയോ ചെന്ന് വാതിൽ തുറന്നു. പിറ്റേന്ന് കാലത്ത് അവൻ എണീക്കുമ്പോഴാണ് അറിഞ്ഞത് അവൻ എന്തിനെ മമ്മിയുടെ റൂമിലായിരുന്നു എന്ന്. ശേഷം അവൻ എണീറ്റത് കണ്ടപ്പോൾ മമ്മി അവൻ്റെ അടുത്ത് വന്നു. എന്നിട്ടൊരു ചിരിയോട് ചോദിച്ചു, രാമു, എന്തൊക്കെയാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നിന്നെ ഞാൻ ഇന്നലെയാണ് ശരിക്കും മനസ്സിലാക്കിയത്. നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. അത് കിട്ട് അവൻ പറഞ്ഞു, സോറി മമ്മി, ഞാൻ അറിയാതെ കുറച്ച് ഓവറായിപ്പോയി. അതൊന്നും സാരില്ലടാ, ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. ദേവുവിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അവൾ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാലെങ്കിലും മാറ്റം കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാരമില്ല, ഞാൻ അവളെ മാറ്റിയെടുത്തോളാം. പിന്നെ അവൾ പുറത്തു പോകുമ്പോഴൊക്കെ അവൻ അവളെ തടഞ്ഞു. ആദ്യമൊക്കെ അവൾ ഒരു ദേഷ്യം കാണിച്ചു അവനോട് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും എല്ലാം സഹിച്ച് അവൻ അവിടെ തന്നെ നിന്നു. ഒരു ദിവസം അവൾ നല്ല ഫിറ്റായിരുന്നു. രാത്രി അലക്ഷ്യമായി വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഒരു മരത്തിലിടിച്ച് വണ്ടി മറിഞ്ഞു. അവൾ കിടപ്പിലായി. അവൾക്കത് വല്ലാത്തൊരു ജീവിതമായിരുന്നു. ആ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നവരെ അവൾക്ക് തോന്നി. പിന്നെ അവൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അവൻ്റെ കെയറിങ്ങും സ്നേഹവും എല്ലാം ആയിരുന്നു. അവൻ്റെ പരിചരണം കണ്ടപ്പോൾ അവൾക്കും അവനോട് സ്നേഹം വന്നു തുടങ്ങി. അങ്ങനെ അവരൊന്നായി. രാമുവും അവിടുത്തെ ജീവിതം പലതും കണ്ട് പഠിപ്പിച്ചിരുന്നു. തൻ്റെ കാശിനോടുള്ള തീർത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു അനുഭവിപ്പിച്ചു. അങ്ങനെ അവൻ അവൻ്റെ തെറ്റുകളും മനസ്സിലാക്കി തിരുത്തി. ശേഷം അവനും മമ്മിയും ദേവുവും അവിടെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.